എന്തായാലും കുമിളിയിലെ മംഗളാദേവി ക്ഷേത്രത്തിൽ കഴിഞ്ഞ ചിത്ര പൗർണമി ദിവസം മെയ് 1 സന്ദർശനം നടത്തി. രണ്ടാമത്തെ സന്ദർശനമായിരുന്നു. രണ്ട് ഭാഗത്തും നടന്നുകൊണ്ടാണ് സന്ദർശനം പൂർത്തിയാക്കിയത്. 30 കിലോമീറ്റർ ഏകദേശം അപ്പ് ആൻഡ് ഡൗൺ വരും. തകർന്നു കിടക്കുന്ന ഈ ക്ഷേത്രത്തിന് 2000 അല്ലെങ്കിൽ 1800 വർഷത്തോളം പഴക്കമുണ്ട് എന്ന് ചരിത്രകാരന്മാർ പറയുന്നു. അന്നത്തെ ചക്രവർത്തിയായ ചേരൻ ചെങ്കുട്ടുവനാണ് പണിതത്. അതായത് മധുരാപുരി ചുട്ട് എരിച്ച ശേഷം കണ്ണകി ഇവിടെ വന്നു എന്നാണ് പറയുന്നത്. ആ കണ്ണകിയുടെ സ്മരണക്കാണ് മംഗളാദേവി ക്ഷേത്രം ഇവിടെ നിർമ്മിച്ചത് എന്ന് ചരിത്രകാരന്മാർ പറയുന്നു. എന്നാൽ ചില ചരിത്രകാരന്മാർ പറയുന്നത് ഇത് ബുദ്ധമത ക്ഷേത്രമായിരുന്നു. എങ്ങനെ തകർത്തത് എന്നതിനൊരു തെളിവുമില്ല. സമാന കാലത്ത് ശൈവ വൈഷ്ണവ വിഭാഗങ്ങൾ തമിഴ്നാട്ടിലുണ്ടായിരുന്നു. അതേസമയത്ത് ശൈവന്മാർ അഥവാ ചോളന്മാരുടെ ആക്രമണം മൂലമായിരിക്കാം, അല്ലെങ്കിൽ അവരായിരിക്കാം ഇത് തകർത്തത് എന്നും ചില അനുമാനങ്ങളുണ്ട്. ഏതാണ് ശരി, ഏതാണ് തെറ്റ്, ഇവിടെ നടന്ന പ്രതിഷ്ഠ ഏതാണ്, ഒന്നും നമുക്ക് ഒരു തെളിവും നമുക്ക് കിട്ടിയിട്ടില്ല. മറ്റെല്ലാ ചരിത്ര സ്മാരകങ്ങളെ പോലെ ഇവിടെയുള്ള ഇതെന്താണെന്ന് എന്താണ് എന്നുള്ളത് പൂർണ്ണമായ ചരിത്ര വസ്തുത നമുക്ക് മനസ്സിലായിട്ടില്ല. എന്തായാലും 1980 ശേഷമാണ് ഇവിടെ ആളുകൾ തീർത്ഥാടനമായിട്ട് വരുന്നത്. പ്രത്യേകിച്ച് ചൈത്ര പൗർണമി ദിവസം പെരിയാർ ടൈഗർ റിസർവിനുള്ളിൽ ആർക്കും പ്രവേശനമില്ലാത്ത സ്ഥലത്ത് അതിൻ്റെ ബഫർ സോണിലേക്ക് ആ ഒരേ ഒരു ദിവസം മാത്രം സന്ദർശകരെ അനുവദിക്കുന്നു. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ആണ് സന്ദർശകരെ കയറ്റിവിടുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ഇടിമിന്നൽ വന്നു. ഇടിമിന്നലേറ്റ് 8ഓളം ആൾക്കാർക്ക് പരിക്കേറ്റു, ഒരു പോലീസുകാരടക്കം. ആ സമയത്തേക്ക് നമ്മൾ ഇറങ്ങിയിട്ട് നമ്മൾ കട്ടപ്പന ഭാഗത്തേക്ക് എത്തിയിരുന്നു. അതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നമില്ലായിരുന്നു. എന്തായാലും 4000-ന് മുകളിൽ ഏകദേശം 4300 അടി സമുദ്രനിരപ്പിൽ നിന്ന് ഉയരമുള്ള ഈ പ്രദേശത്ത് എങ്ങനെ ഈ ഒരു ക്ഷേത്രം വന്നു ചേർന്നു എന്നത് ചരിത്രകാരന്മാർക്ക് പോലും കണ്ടെത്താൻ പറ്റാത്ത ഒരു കാര്യമാണ്. എന്തായാലും രണ്ടാമത്തെ പ്രാവശ്യം ഇവിടെ സന്ദർശനം നടത്തിയതിൽ വളരെ ചരിതാർത്ഥ്യമുണ്ട്. ഇവിടെ പൊങ്കാലയുണ്ട്. നമുക്കിവിടെ വരുന്നവർക്ക് തമിഴ്നാടിൻ്റെ ഭക്തന്മാരുടെ വക നമുക്ക് പ്രസാദം അവർ വിതരണം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്.